ഓക്കെ ഗായ്സ്, ഇന്ന് എന്തായാലും ഗേസ് ഞാൻ ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു കിടുക്കാച്ച് ഗെയിം ഔട്ടാണ് ഗേസ് ഞാൻ ഇന്ന് വന്നേക്കണേന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്വന്തം ഗ്രാനി ത്രീങ്ങളൊക്കെയാണ്. ഓക്കെ, ഇന്ന് നമ്മളെന്തായാലും ഗ്രാനി ത്രീങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ഒരു നൈറ്റ് മെയറിൻ്റെ ആ ഒരു ഇതങ്ങളൊക്കെ എന്തായാലും ചെയ്യാനായിട്ട് പോകണം. ഇതാണ് ഗേസ് നൈറ്റ് മെയർ എന്ന് പറയണം. ഓക്കെ, എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു റെഡ് മയോങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഫുള്ളായിട്ട് റെഡ് കളറുകളൊക്കെയാണ് ഗേസ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി റെഡ് കളറാണ്. നല്ല കിടുക്കാച്ച് ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി സംഭവമാണ്. ഓക്കെ, അവിടെ കൂടെ ഒരു എലിയൊക്കെ ഓടി നടപ്പുണ്ട്. ഗ്രാനിയുടെ വീട് ഇതാണ്, കാറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മുടെ ഗ്രാൻഡ് പേ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, എൻ്റെ അവരുണ്ടെങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ടൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഗൈസ്, അതേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു സംഭവത്തിൽ അവർ രണ്ടുപേരും അവർ രണ്ടുപേരും വെക്കേഷന് പോയേക്കാണ്. നമ്മൾ സുഖമായിട്ട് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ട്രെയിൻ എസ്കേപ്പോ അല്ലെങ്കിൽ നമുക്ക് ഏതാണ് മെയിൻ ഗേറ്റ് എസ്കേപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേസൊക്കെ, അല്ലെങ്കിൽ നടക്കുമല്ലോ. ഇവിടെ ഇപ്പോൾ ഗ്രാൻഡ് പേങ്ങളൊക്കെ വന്നു, ഇയാളിന് നമ്മളെ വെടിച്ച് കൊല്ലുക, അത് നിങ്ങൾക്ക് അറിയാം കേസ്. ഓക്കെ, തീർന്നു, ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് ഇവിടെ ഇപ്പം ഡേ 1 നൈസായിട്ട് സ്റ്റാർട്ടായേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മുടെ ഗ്രാൻഡ് പേ ഇല്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കളിക്കാനായിട്ട് എന്തായാലും പറ്റുന്നതാണ്. നമുക്ക് പിന്നെ ഈ ഗെയിം നല്ല രീതിക്ക് അറിയാം. ഓക്കെ, ഈ ഒരു സംഭവം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രാനി 3 എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ഇവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ആവുന്നതാണ്. ഇതിൻ്റെ അതിനുള്ള എൻഹാൻസ്ഡ് എഡിഷൻ എന്ന സംഭവം ഉണ്ട്, അതെനിക്ക് തോന്നുന്നു PC-യിലൊക്കെ നമുക്കെന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിലെനിക്ക് തോന്നുന്നു പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്തായാലും അത് മാക്സിമം നോക്കിക്കൊണ്ടെന്നാലും ഇരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ. നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് പോയി ഞാൻ റോബോട്ട് സൗണ്ട് ഉണ്ടാക്കിയാൽ എനിക്കൊരു കുഴപ്പമില്ല, കാരണം ഇവിടെ ഗ്രാൻഡ് പേ ഇല്ലല്ലോ. അങ്ങനെയാണ് ഗൈസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഡോറൊക്കെ അടച്ചുതന്നെ ഇടാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നാണെങ്കിൽ നോക്കാൻ വന്നാൽ. ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇപ്പം നമ്മുടെ കോക്കോനട്ടുകളൊക്കെ എന്തായാലും എപ്പുണ്ട്. ഇതെന്താണ്? ഞാൻ പേടിച്ചു ഗൈസ്. അത് സത്യത്തിൽ നമ്മുടെ സ്ലെൻഡറിനെ കളക്കാണ്. ആ ഒരു ടെഡിയില്ല, ആ ടെഡീനെ എങ്ങനെ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ഗൈസ് നമ്മുടെ സ്ലെൻഡറിനെ കളക്ക് ഈസിയായിട്ട് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കോക്കോനട്ട് കണക്ക് ഇരിപ്പുണ്ട്. ഈ സാധനം നമുക്ക് മറ്റൊരു സാധനത്തിയിട്ട് അടിച്ച് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഓക്കെ, എല്ലാ ഡോറും ലോക്കാണ് ഗൈസ്. ഓക്കെ, ഗ്രാൻഡ് പേ ഫുള്ള് ലോക്ക് ചെയ്തിട്ടാണ് പോയെന്ന് വെച്ചാൽ. ഓക്കെ, എന്തായാലും അതൊന്നും വിഷയമുള്ള കാര്യമാണ്. ഗൈസ്, ഒരു എലി എന്നൊരു സാധനം ഉണ്ട് ഗൈസ്. ഓക്കെ, എലി ഇച്ചിരി സീനാണ് ഗൈസ്. ഓക്കെ, എലി അടിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ലൈഫ് കണക്ക് നല്ല രീതിക്ക് എന്തായാലും കുറയുന്നതാണ് ഗൈസ്. ഓക്കെ, പക്ഷെ നമുക്കാണെങ്കിൽ ഇതിലാണെങ്കിൽ 5 നൈറ്റ് ഉണ്ട്. എൻ്റെ ദൈവമേ, എലികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എലി നമുക്ക് പേടിക്കേണ്ട വലിയ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഓക്കെ, എലികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. എൻ്റെ ഇതിൽ ഇഷ്ടം പോലെ എലിയുണ്ട്. ഇത് എലിയാണ് ഗൈസ് മെയിൻ കുഴപ്പമെന്ന് പറയണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ വേറെ എലിയോ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് എന്തായാലും ഒരു കീ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടും ഗൈസ്. ഓക്കെ, അല്ലാതെ ഒന്നും കിട്ടാതിരിക്കില്ല ഗൈസ്. ഓക്കെ, എന്തോ ഒരു കീ കിട്ടി. യെസ്, പാഡ്ലോക്ക് കീ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൈസ്. ഓക്കെ, ഇതുകൊണ്ട് ഞാൻ എന്തിനാണ് പാഡ്ലോക്ക് കീ എന്ന് നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെപ്പൺ കീ, സേഫ് കീ, അങ്ങനത്തെ കീ ഒക്കെയാണ്. തുറന്നതിന് പിന്നെയും തുറക്കണോ? എന്താണ് ഗൈസ്, ഇത് ഗ്ലിച്ചടിക്കണ? ഈ ഗെയിം നല്ല രീതി എന്തോ ഗ്ലിച്ചടിക്കണം തോന്നുന്നു. ഇതെന്താണ്? ഓക്കെ, ഇപ്പം ശരിയായിട്ടുണ്ട്. എന്താണിത്? ഗ്ലിച്ചടിയാണ് കേസ്. നമുക്ക് ഫ്രണ്ടിൽ കൂടെ പോവാം. ഞാനാണെങ്കിൽ പിന്നെ ഇവിടെ ആണെങ്കിൽ മൊത്തത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഒലക്കയും ഇല്ല കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോയി നോക്കാം. നമ്മുടെ ആ ഒരു കിച്ചണിൻ്റെ ആ ഒരു സൈഡായിട്ട് ഒരു കോർണർ ഷെൽഫ് ഉണ്ടല്ലോ, അവിടെ മിക്കവാറും നമുക്ക് അവിടെ നിന്ന് ചിലപ്പം പെപ്പണിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ് കേസ്. അവിടെ ഒന്നുമില്ല കേസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഓക്കെ, നേരത്തെ ഇവിടുത്തെ ഡോർ തുറക്കാൻ പറ്റില്ല കേസ്, എന്തോ ഒരു ഗ്ലിച്ച് അടിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഡോർ തുറക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് ഇതെന്താണ് കേസായി എപ്പോഴത്തേക്കാ വൃത്തിയായിട്ട് എലി ഒന്ന് കടിച്ച് ചെയ്ത്. ഓക്കെ, ഈ ഡോറൊന്ന് തുറന്നിട്ടേ നമുക്ക് എന്തായാലും അത്യാവശ്യം വരും കേസ്. ഓക്കെ, എന്തോ ഒരു ഗ്ലിച്ച് പോലെ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ഇപ്പം ശരിയായിട്ടുണ്ട്. ഓക്കെ, ഇത് പാഡ്ലോക്ക് ചെയ്യാം. ഈ സ്ലെൻഡറീന അതിനെന്തെങ്കിലും ഒന്ന് ഒഴിവാക്കണം കേസ്. ഓക്കെ, ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമോ? സേഫ് കീയാ അങ്ങനെ വല്ലതും കിട്ടുമോ? വെപ്പൺ കീ ഉള്ളത്. യെസ്, ഫൈനലി വി ഗോട്ട് വെപ്പൺ കീ. ഇനി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാണ് ഗൈസ്. ഓക്കെ, പക്ഷേ ഇതിൽ ഗ്രാൻഡ് പേ ഇല്ലാത്തതുകൊണ്ട് വെപ്പൺ കീയുടെ ആവശ്യമില്ല. ഓക്കെ, എന്നാലും നമുക്ക് എന്തായാലും വെപ്പൺ കീ വെച്ചിരിക്കണം നല്ലതാണ്. ഓക്കെ, ഇവിടെയാണ് ആ ഒരു സംഭവം ഇരിക്കണതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് എന്തായാലും തുറക്കാം. യെസ്,
ഓക്കെ, നമുക്കെന്നാലും ഇവിടെ ഇപ്പോൾ നമ്മുടെ ആ ഒരു വെപ്പണുകളൊക്കെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി ഈ വെപ്പൺ വെച്ചൊരു പരിപാടിയുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിന് നമുക്ക് അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും കിട്ടും ഗൈസ്. ഓക്കെ, നമുക്കെന്നാലും അതിൻ്റെ അകത്തോട്ട് കയറാം. നമുക്കൊറ്റ ബ്രിഡ്ജിൻ്റെ ക്രാങ്ക് കിട്ടി ഗൈസ്. ഓക്കെ, നമുക്കെന്നാലും അപ്പം നമുക്കായിട്ടുള്ള നമ്മുടെ മെയിൻ ഗേറ്റ് എസ്കേപ്പ് കണക്കം ചെയ്യാം ഗൈസ്. ഓക്കെ, പിന്നെ ക്രൗ ബാർ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതങ്ങ് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ക്രൗ ബാർ എടുക്കാം. എന്താണ് ക്രൗ ബാർ എടുത്തിട്ടുണ്ട്. ക്രൗ ബാർ ഉണ്ട്. ഇനി കുറേ പരിപാടികളുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് കേബിള്, ഫ്യൂസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വേണം. ഓക്കെ, ഇവിടെ അങ്ങ് മാച്ച് കിട്ടിയിട്ടുണ്ട്. മാച്ച് കൊണ്ട് കുറേ പരിപാടിയുണ്ട്. സ്ലെൻഡറീന എന്താണ് കാണിക്കണേ? എടോ എന്ത് തേങ്ങയാണ് അത്! നമ്മൾ അടിച്ച് തറയിലിട്ട് കേസ്. എന്ത് കഷ്ടമാണ്. നമ്മൾ കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് കേസ് പ്രശ്നം. എന്ത് കഷ്ടമാണല്ലേ. എന്തായാലും നമുക്കെന്തായാലും എണീക്കല്ല, അതിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, നമുക്കില്ല ആ ഒരു ഏതാണ് ക്രൗ ബാർ എടുത്തുകൊണ്ട് നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ഒരു സ്ലെൻഡറീനയുടെ ആ ഒരു റൂമില്ലേ അവിടെ പോയിട്ട് അവിടുത്തെ ആ ഒരു ഇതേപോലത്തെ ഒരു ബോക്സ് ഉണ്ട്. അത് നമുക്ക് ഈ ക്രൗ ബാർ വെച്ച് പൊട്ടിക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ക്രൗ ബാറിൻ്റെ ആവശ്യമില്ല. പിന്നെ സ്ലെൻഡറീന ഒന്ന് രക്ഷപ്പെട്. എൻ്റെ ദൈവം, ഇത് എന്ത് തേങ്ങയാണ് ഗൈസ്. നമുക്കിപ്പോൾ നേരെ സ്ലെൻഡറീനയുടെ മുറി പോയി ഒന്ന് ശരിയാക്കാൻ കഴിയും. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ അല്ലേ ഞാനാണെങ്കിൽ സ്ലെൻഡറീനയുടെ ആ റൂമിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ഇട്ടെന്നാലും ടെക്കൊണ്ടിരിക്കണം. ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ എൻ്റെ മോനെ നൈസാണ് കേട്ടോ. പൊളിയായിട്ടുള്ള ഗ്രാഫിക്സുകളൊക്കെയാണ് കേട്ടോ. അവർ നമ്മുടെ ആ ഒരു ക്രൗ ബാറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഫുള്ളായിട്ട് ബ്ലഡിൻ്റെയൊക്കെ മയങ്ങളൊക്കെയാണ്. നമുക്കെന്തായാലും ഇതുവഴി നേരെ ചാടി ഇതിൻ്റെ അകത്തോട്ട് കയറാം. എന്നിട്ട് ഈ ഒരു ക്രൗ ബാർ വെച്ച് നമുക്കെന്തായാലും ഇതെന്തായാലും പൊട്ടിക്കുക. ആക്സിലറേറ്റർ ഇതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. ഈ സ്ലെൻഡറീന എൻ്റെ വായിരിക്കണതെല്ലാം കേക്കും കൈസൊക്കെ ഭയങ്കര ശല്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലെൻഡറീനകളൊക്കെ നമുക്കില്ല. പിന്നെ ഒരു പ്ലാങ്കും കൂടെ വേണം കേട്ടോ. പ്ലാങ്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലെൻഡറീനയുടെ അമ്മയുടെ ആ റൂമിലോട്ട് മാറി. ഇവിടെ ഒന്നും നോക്കിയില്ലല്ലോ പറയുന്ന പോലെ. നമുക്ക് ഇവിടെയൊക്കെ മൊത്തത്തിലൊന്ന് അരിച്ച് പറക്കാം കൈസൊക്കെ. ഇവിടെ ആണെങ്കിൽ പിന്നെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. ഇവിടെ പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. ഇങ്ങോട്ട് പോകാം. നമുക്കല്ല ആ ഒരു വുഡിൻ്റെ ഒരു പീസില്ല, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ഇത് കത്തിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, നമുക്ക് ക്യാമ്പ് ഫയർ കത്തിക്കാനായിട്ട് പറ്റും. ഈ ഡോറിനെ കുത്തി തുറക്കാം. എന്നിട്ട് നമുക്ക് നേരെ പോവാം. ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക്. ഇത് നമ്മുടെ ബാത്റൂമുകളൊക്കെയാണ്. ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഇവിടെ വല്ലതും ഉണ്ടാവുമോ? ഒന്നുമില്ല ഗൈസ്. മൊത്തത്തിൽ ഗ്രാൻഡിയുടെ വീട് തന്നെ മൊത്തത്തിൽ കാലി വീടാണ്. ഓക്കെ, ഇതെന്താണ്? നമുക്ക് എന്തായാലും തുറക്കാം. നമുക്ക് ആ ഫ്യൂസും പിന്നെ ആ ഒരു ജനറേറ്ററിൻ്റെ കേബിളും കൂടെ കിട്ടിയാൽ മതി. പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പം. ഇതിലൊന്നും ഒന്നുമില്ല ഗൈസ്. അതാണ് എനിക്ക് അതിശയിടുന്നതാണ്. ഒന്നും തന്നെ ഇല്ല ഈ സ്ഥലത്തൊന്നും. ചേടാ, ഇത് മൊത്തത്തിൽ കാലിയാണല്ലോ. പക്ഷെ ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇല്ലേ നേരേറ്റ അടിയിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടെ. ഇവിടെ വല്ലതും ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി തുറന്നതാണല്ലേ. തുറന്നതല്ലേ ഓൾറെഡി? യെസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി തുറന്നതാണ്. ഇവിടെ ഒന്നുമില്ല, നമ്മളതൊക്കെ നോക്കിയതാണ്. ഇനിയപ്പോൾ നമുക്ക് നോക്കാനായിട്ട് ഇനി വേറെ സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ആ പ്ലാങ്ക് ഇല്ലേ, നമുക്ക് പ്ലാങ്ക് വെളിയിൽ പോയി എടുത്തിട്ട് വരാം. പ്ലാങ്ക് മിക്കവാറും വെളിയിൽ ഇവിടെ എവിടെയെങ്കിലും ചേരി വെച്ചിരിക്കണായിരിക്കും ഗ്രാനികളൊക്കെ. വെളി കടിച്ച്. സ്ലെൻഡറീന ഒന്ന് പോ. വായിന്ന് വല്ലതും കേൾക്കാനായിട്ട് വരും ശല്യം. ഗൈസ്, വുഡിൻ്റെ ആ ഒരു ചെറിയൊരു പീസില്ല, അതും മുകളിലുണ്ട്. പിന്നെ എലി അടിച്ച്. വുഡിൻ്റെ ആ ഒരു പ്ലാങ്ക് ഇവിടെ കണ്ടില്ല കേട്ടോ. പ്ലാങ്ക് എവിടെ ആവും? എനിക്ക് തോന്നുന്നു ഷെഡിലായിരിക്കും. ഷെഡ്ക്ക് വേണ്ടി വരും അതിനൊക്കെ. നമുക്കിവിടെ ഇപ്പോൾ ആ ഒരു വുഡിൻ്റെ ഒരു പീസ് കിട്ടി. നമുക്കപ്പോൾ ഓടിച്ച് നമുക്ക് വുഡിൻ്റെ ഒരു പീസ് എടുത്തുകൊണ്ട് നേരെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്ലെൻഡറീനയുടെ ആ ഒരു ടെഡിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും ടെഡീനെ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സമയം കളയണം. നമുക്ക് ഈ ടെഡീനെ അങ്ങ് എന്തായാലും സ്ലെൻഡറീനയുടെ മുറിയിലുള്ള ആ ഒരു തൊട്ടിലാൻ കൊണ്ടിടാൻ ഗൈസ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അതേപോലെ തന്നെ ഈ കാക്കയെ ഓടിച്ചിട്ട് വലിയ കാര്യമില്ല കേട്ടോ. കാരണം വെച്ചാൽ കാക്കയെ ഓടിച്ച് കഴിഞ്ഞാൽ കിട്ടണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ട്രെയിനിൻ്റെ എന്തോ സംഭവമാണ്. ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ ട്രെയിൻ എസ്കേപ്പുകളൊക്കെ എന്തായാലും ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്കെന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു ഏതാണ് ടെഡീനെ കണക്ക് നമുക്ക് ഇതിൻ്റെ അകത്തെടുത്ത് എന്തായാലും എറിയാൻ ഗൈസ്. ഓക്കെ, ഇച്ചിരി സീനാണ്. ഓക്കെ, ഇനി എന്തായാലും സ്ലെൻഡറിയുടെ ശല്യം കാണുമല്ലോ. ഓക്കെ, സ്ലെൻഡറീനെ ഇപ്പം എന്തായാലും പോകുന്നു. ഓക്കെ, എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ സ്ലെൻഡറീനെ ഒന്നൊരു കീ എന്നിട്ടോ എനിക്ക് തോന്നുന്നു സേഫ് കീ ആണെന്നാണ്. യെസ് ഗൈസ്, സേഫ് കീകളൊക്കെയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് വെച്ച് നേരെ നമുക്ക് എല്ലാവരും സേഫ് തുറക്കാം ഗൈസ്. ഓക്കെ, സേഫിൻ്റെ സംഭവം പറഞ്ഞാൽ എവിടെയായിരുന്നു? ബാത്റൂമിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കണക്കാണ് നമ്മുടെ സേഫ് കീ വെച്ച് തുറക്കേണ്ട ആ ഒരു സേഫ് നമുക്ക് പറയണത്. ഓക്കെ,
ഇതാണ് ഗൈസ്. ഓക്കെ, ഇനി ഇത് തുറക്കുമ്പോൾ നമുക്ക് ഷെഡ് കീ കിട്ടി. ഓക്കെ, നമുക്ക് ഷെഡ് കീ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാങ്ക് അവിടെ നിന്ന് കിട്ടണമെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ മൊത്തം തെക്കുറക്ക് നടത്തേണ്ട ഒരു എലി ഇച്ചിരി സീനാണ് കേട്ടോ. നമുക്കാണെങ്കിൽ ഈ ക്യാരക്ടർ ഈ ഗെയിമിലുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആണ്. നമ്മുടെ ഈ ഒരു ക്യാരക്ടർ കണ്ട് നടക്കാൻ ഭയങ്കര സ്ലോ ആണ് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് നടക്കണത്. ഓക്കെ, ഇവിടെ കണ്ടത് നമ്മുടെ ഒരു സ്റ്റോണുകളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ പാഡ് ലോക്ക് കീ ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനറേറ്ററിൻ്റെ ഒരു കേബിളും ഫ്യൂസും വേണം ഇനി. ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ തുറക്കാം. ഓക്കെ, ഇവിടെ നിന്ന് എന്താണ് കിട്ടുന്നത്? ട്രെയിൻ കീ. നമുക്കിപ്പോൾ ഒരു കാര്യം, ട്രെയിൻ എസ്കേപ്പിനുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും കേട്ടോ. നമ്മളിതെന്ന് വെച്ചാൽ നമ്മളെ മറ്റേ എസ്കേപ്പാണ് നോക്കണമെന്ന് വെച്ചാൽ, പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ ട്രെയിൻ എസ്കേപ്പിൻ്റെ സാധനങ്ങളൊക്കെ ആയി കേസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ട്രെയിൻ എസ്കേപ്പ് തന്നെ അങ്ങ് നടത്താം. ഓക്കെ, നമുക്കിപ്പം നേരെ എന്തായാലും ഇവിടെയൊക്കെ നമ്മൾ മൊത്തം നോക്കിയല്ലോ. ഇവിടെ ഇനി നോക്കാനായിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതും കൂടെ ഒന്ന് തുറന്നേക്കാം. ഇവിടെ ഒന്നുമില്ല കേസ്. ഓക്കെ, അത് നമ്മൾ നോക്കിയില്ലായിരുന്നു തോന്നേ. നമുക്കപ്പോൾ ഇനി നേരെ എന്തായാലും ഏറ്റവും അടിയിൽ പോകാം. ഓക്കെ, ട്രെയിൻ എസ്കേപ്പിനുള്ള എല്ലാ സാധനങ്ങളായി. പക്ഷേ ട്രെയിൻ എസ്കേപ്പ് നടത്തണമെങ്കിൽ ഒരു സീനുണ്ട് കേസ്. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡോർ ആക്ടിവേറ്റർ ഇല്ലേ, ആ സാധനം അവിടെ കാണാനില്ല കേസ്. ഓക്കെ, ഡോർ ആക്ടിവേറ്റർ എവിടെയെന്ന് എനിക്കറിയണം. ഇവിടെ മറ്റേ അവിടെ ഒരു തീപ്പെട്ടികളൊക്കെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല കേസ്. നമ്മുടെ കയ്യിൽ മറ്റേ ഒരു സ്ലിങ് ഷൂട്ട് ഉണ്ട്. അല്ല, എന്തിനാ എൻ്റെ പേരെന്തായിരുന്നു? സ്ലിങ് ഷൂട്ട് ഉണ്ട് കേസ്. ഓക്കെ, അതുകൊണ്ട് സീനില്ല. ഇവിടെ എവിടെയെങ്കിലും ആ ഒരു ആക്ടിവേറ്റർ കാണുമായിരിക്കും കേസ്. ഓക്കെ, ആക്ടിവേറ്റർ കാണില്ല കേസ്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ ഒരു കോയിൻ ഞാൻ നേരത്തെ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഈ കോയിൻ്റെ അടുത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം കേസ്. ഓക്കെ, ടിക്കറ്റ് കണക്കാം, നമുക്ക് നൈസായിട്ട് എടുക്കാം. യെസ്, ടിക്കറ്റ്. ഇനി നമുക്കെന്തായാലും ആ ഒരു റോബോട്ട് അടിക്കത്തില്ല കേട്ടോ, സൗണ്ട് ഉണ്ടാകത്തില്ല. നമുക്കെന്തായാലും ഈ മാച്ചസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേസ്. നമുക്ക് നമ്മുടെ സ്ലിങ് ഷൂട്ട് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ പേരെപ്പോഴെപ്പോഴും പോകും കേസ്. ഓക്കെ, നമ്മുടെ കല്ലും കവണയും എടുക്കാം. ഓക്കെ, എൻ്റെ പൊന്നെ. ഓക്കെ ഓക്കെ, ഏറ്റവും ടോപ്പിൽ പോയി ആ കാക്കയെ അഴിച്ച് ഓടിക്കാം കേസ്. ഓക്കെ, അവിടെ നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ എന്തോ സംഭവം കിട്ടും കേസ്. ഓക്കെ, എൻ്റെ പേരെന്തായിരുന്നു അത് മറന്നു കഴിഞ്ഞാൽ. നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് ചെയ്ത് നോക്കും. നമ്മുടെ സ്ക്രീനിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ട് ഇത് ഇച്ചിരി സീനായിട്ടുള്ള കാര്യമാണ്. ഷൂട്ട്. തലമണ്ട അടിച്ചു പൊട്ടിക്കണോ? ചേടാ, ഈ കാക്കയെ നമുക്ക് അടിച്ച് തറയിടാന്ന് വെച്ചാൽ നടക്കണ കേസല്ല കേസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാച്ചും ആ സാധനം വെച്ചാൽ കേസ് ഈ സാധനങ്ങൾ ചെയ്യാം. സ്ലിങ് ഷൂട്ട് അവിടെ കൊണ്ട് തറയെ കൊണ്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി ആ ഒരു വുഡിൻ്റെ ഒരു പീസ് എടുക്കാം. അത് ഇപ്പോഴും ഇവിടെ സൈഡിൽ തന്നെ കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് ഡോർ ആക്ടിവേറ്ററോ കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി നല്ലതായിരിക്കും. ഓക്കെ, ഈ സൈഡിലാന്ന് തോന്നുന്ന സാധനം കിടന്നതെന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ്, ഓണെന്നാലും ഇവിടെ ഇപ്പോൾ ഫൈനലി ഗൈസ് ഓണെന്നാലും ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടാനായിട്ട് എന്തായാലും ഗൈസ് നമ്മളെന്തായാലും പോവാണ്. ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും എല്ലാ സാധനങ്ങളും എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ടാക്കി നമ്മളെന്തായാലും ആ ഒരു ഏതാണ് ഗേറ്റ് എസ്കേപ്പ് കണക്കാണ് ഗൈസ് എന്തായാലും ചെയ്യാനായിട്ട് നമ്മളെന്തായാലും പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, ട്രെയിൻ എസ്കേപ്പ് കണക്ക് ചെയ്യാനായിട്ട് സാധനങ്ങളെല്ലാം കിട്ടി. പക്ഷേ നമുക്ക് എന്തായാലും മെയിനായിട്ടുള്ള സാധനമായിട്ട് ഡോറിൻ്റെ ആക്ടിവേറ്റർ കിട്ടിയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ എന്തായാലും ജസ്റ്റ് ഒന്ന് ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഞാൻ ഒന്നേന്ന് കളിച്ചതാണ് കേസ്. ഓക്കെ, കളിച്ചപ്പോൾ എനിക്ക് എന്തായാലും നമ്മുടെ ഗേറ്റ് എസ്കേപ്പിനുള്ള എല്ലാ സാധനവും കിട്ടി. നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഒരു ക്രാങ്ക് കിട്ടി, ജനറേറ്ററിൻ്റെ ഒരു കേബിൾ കിട്ടി, എല്ലാ സാധനവും കിട്ടി കേസ്. ഓക്കെ, നമുക്കിനിപ്പോൾ ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നാലും വെക്കാം കേസ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ബട്ടൺ കണക്കിപ്പോൾ നൈസർ അമർത്തണമെങ്കിൽ കറണ്ട് കണക്ക് നൈസർ വരുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകണേ എന്താണെന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ ഒരു ക്രാങ്ക് കൂടെ വെച്ചാൽ മതി കേസ്. ഓക്കെ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കേസ് കഥം. ഓക്കെ, നമ്മളങ്ങനെ ഗ്രാനിയുടെ ഈ ഒരു വീട്ടിൽ നമ്മൾ നൈറ്റ് മെയർ ഇതിലെന്നല്ല നമ്മൾ നല്ല രക്ഷപ്പെടാനായിട്ടുണ്ട്. എൻ്റെ ഒറ്റയടിയെ 2 എലി അടിച്ച് കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ ബോട്ട് തന്നെ ഒന്നും നേരെ കാണാൻ പറ്റണില്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്തായാലും ഇവിടെ ഇപ്പോൾ വയ്ക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു സാധനം കറക്റ്റാണെങ്കിൽ നമ്മുടെ ബ്രിഡ്ജ് കണക്ക് വരും. ഇനി നമുക്ക് ജസ്റ്റ് എന്തായാലും ആ ഒരു സാധനം തുറന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. ഫൈനലി നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പോവേണം ഗൈസ്. അയ്യോ, നമ്മളൊരു കാര്യം മറന്നുപോയി ഗൈസ്. നമ്മളെ മുകളിലത്തെ ഡോറിൻ്റെ ഈ ഒരു സാധനങ്ങളൊക്കെ തുറക്കണ ഒരു സ്വിച്ച് കണക്കാണ് അമർത്തണം. ഞാൻ എന്ത് കാര്യമൊക്കെയാണ് എന്താ ചെയ്യണം. ആ സ്വിച്ച് അമർത്തിയാൽ ഈ ഒരു മെയിൻ ഗേറ്റ് തുറക്കത്തുള്ളൂ. നമുക്ക് പോയി അതെന്തായാലും എന്തായാലും അമർത്തിയിട്ട് എന്തായാലും വരാൻ കഴിയുന്നത്. കാരണം സ്വിച്ച് അമർത്തിയാൽ നമ്മുടെ ഗേറ്റ് കണക്കൊക്കെ ഉണ്ടാവും തുറക്കാനായിട്ട് പറ്റത്തുള്ളൂ. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഗേറ്റ് കണക്ക് പോയാലും അങ്ങനെ
തുറന്നിട്ടുണ്ട്. ഇനി നമ്മളെ പിടിക്കാനായിട്ട് ആരും തന്നെ വരത്തില്ല. നമ്മൾ മുകളിൽ കൂടെ ചാടാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് നല്ല മുകളിലൂടെ കയറാം. കാക്ക ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുകളിൽ നേരെ അങ്ങ് താഴോട്ട് നല്ല ചാടാം കേസ്. ഓക്കെ, റീസ്റ്റാർട്ടിന് ശേഷം ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കണക്കാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിലേ കൂടെ ഇങ്ങനെ പതുക്കെ ചാടാം. ഓക്കെ ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്നും നോക്കല്ലോ, ഒറ്റ ചാട്ടം. ഓക്കെ, എല്ലാം കാര്യങ്ങളും എല്ലാം സെറ്റാണ് ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി ഗ്രാനിയുടെ വീട്ടിൽ നമ്മൾ രക്ഷപ്പെടാനായിട്ട് പോവാണ്. ലെറ്റ്സ് ഗോ. യെസ്, ഗെയിം തീർന്നു ഗൈസ്, ഇത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഫൈനലി ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാണ് ഗൈസ്. ഇതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ.